അസ്സലാമു അലൈക്കും. അപ്പം ഞാനൊരു സാരി വീഡിയോ ഒക്കെ സ്റ്റാർട്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സാരിയൊക്കെ കൊടുത്ത് റെഡിയായി. വീഡിയോ ഒക്കെ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തു. പക്ഷെ അപ്പോഴാണ് വെളിയിൽ നിന്ന് ആരോ ബെല്ലടിച്ചു. ഇവിടെ മോഡം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ വന്നു. ഞാൻ വേഗം പോയി സാരിയൊക്കെ മാറ്റി ഡ്രസ്സ് മറ്റേ സാധാ ഡ്രസ്സ് എടുത്തിട്ടു. എന്തോ എനിക്കൊരു മടി പോലെ തോന്നി. സോ ഞാൻ അപ്പോൾ ഇന്ന് കുറച്ച് സാരി കളക്ഷൻസാണ് കാണിക്കുന്നത്. ഇത് എൻ്റെ കയ്യിലാകെ കുറച്ച് സാരീസേ ഉള്ളൂ. ജസ്റ്റ് കണ്ടു നോക്കാം. ഓക്കെ. സോ എൻ്റെ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് ഇതാ ഇത് എൻ്റെ പ്രസവത്തിന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് 40-ന് പോകില്ലേ, അപ്പം ഞങ്ങൾ എടുക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് തന്ന സാരിയാണത്. ഞാൻ അതിൽ യൂസൊന്നും ചെയ്തിട്ടില്ല. അതൊരു എല്ലാവർക്കും ഒരു സമയത്ത് ഇതൊരു ട്രെൻഡായിരുന്ന ഒരു ഫാഷനായിരുന്നു. മുന്താണിയാണിത്. ഇത് ജസ്റ്റ് ബാക്കിയുള്ള ഭാഗം കണ്ടോ ഫുള്ളായിട്ട്. ഇതെൻ്റെ റീഹുവിനെ ഡ്രസ്സ് വെച്ചിട്ട് ഉള്ള ഫസ്റ്റ് സാരി. ഇനി എല്ലാവർക്കും അറിയുന്ന പോലെ സാധാരണ നമ്മൾ എൻ്റെ ഒരു കോളേജിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഓണം സെലിബ്രേഷൻ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഓണം സെലിബ്രേഷൻ ഉപയോഗിച്ച സെറ്റ് സാരിയായിരുന്നു. ഇപ്പോഴും ഇതന്നെ ഞാൻ എന്തെങ്കിലും ഫങ്ഷൻസ് വരുന്ന സമയത്ത്, എന്തെങ്കിലും ഓണത്തിന് റിലേറ്റഡ് ഫങ്ഷൻസ് വരുന്ന സമയത്ത് ഇതന്നെയാണ് ജസ്റ്റ് എപ്പോഴും കൊടുക്കാറ്. സോ ഇതാണ് എൻ്റെ വേറൊരു സാരി കളക്ഷൻ. എൻ്റെ അടുത്ത് കൂടുതൽ സാരീസ് ഒന്നും ഇല്ല കേട്ടോ. ആ കുറച്ച് സാരീസ് എൻ്റെ അടുത്തുള്ളൂ. അതായത് ഞാൻ അധികം സാരി ഉപയോഗിക്കുന്ന ഇഷ്ടമാണ് സാരി, പക്ഷേ എനിക്ക് അധികം കളക്ഷൻസ് ഒന്നുമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വരുന്ന സമയത്ത് സാരി പ്രിഫർ കഴിയും, ടോപ്സൊക്കെയാണ് യൂസ് ചെയ്യുക. ഇതെൻ്റെ വേറൊരു ഫേവറേറ്റ് സാരിയാണ്. ഇതെൻ്റെ മൈലാഞ്ചി സാരിയാണ്. മൈലാഞ്ചിക്ക് ഞാൻ ഉടുത്ത സാരി. ഞാൻ എല്ലാം തുറന്നൊന്നും കാണിച്ചു തരുന്നില്ല. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. എൻ്റെ മൈലാഞ്ചിക്ക് ഇതാണ് നല്ല ഭംഗിയുള്ള സാരി. ഇഷ്ടമാണ്. പച്ച കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഇവിടെ നിന്ന് വീഡിയോ ചെറിയൊരു സൗണ്ട് ഇഷ്യൂസ് വന്നിട്ട്, അപ്പോൾ ഞാൻ ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ മെഹന്തി സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈ ഫേവറേറ്റ് സാരിയാണ്. കാണുമ്പോൾ തന്നെ ഇപ്പോഴും ഉടുക്കാൻ തോന്നുന്നൊരു സാരിയാണ്. സോ നല്ല ഡിസൈനും നല്ല പാറ്റേണൊക്കെ ഉള്ള സാരിയാണ്. പൊതുവെ എനിക്ക് ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അടുത്ത നെക്സ്റ്റ് സാരി വന്നിട്ട് ഇത് എൻ്റെ ഉമ്മയുടെ സാരിയാണ്. ഉമ്മ പുതിയതായി മേടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയതാണ്. ബ്ലൗസ് അടിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അത് ജസ്റ്റ് നല്ല വർക്ക്, നമ്മൾ റിസപ്ഷൻ നൈറ്റ് പാർട്ടീസിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഉമ്മക്കല്ല എനിക്ക് കൊടുക്കാം. അപ്പോൾ സോ അതും ഒരു സാരി, വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരി. ഞാൻ ഉടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഉടുത്താൽ നന്നായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് എൻ്റെ സാരീസ്. ഇനി അടുത്തതായിട്ട് നോക്കാം. ഇതൊരു ബ്ലൂ കളർ സാരി, സിമ്പിൾ സാരിയാണ്. ഇത് തിരുച്ചിയിലൊരു അമ്മായി ഉണ്ട് കാക്കയുടെ. സോ അവർ ഒരിക്കൽ കല്യാണം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. ഞാൻ അധികം യൂസൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ചെറിയ സിമ്പിൾ പാർട്ടീസിന് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. സൈഡിലെ വർക്കുകളൊക്കെ ഉണ്ട്, ബോഡിയിൽ ഫുൾ വർക്കൊക്കെ ഉണ്ട്. നല്ല കളറാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കളറ്. സോ ഇതാണ് വേറൊരു സാരി. അടുത്ത സാരി എന്നെ പ്രസവത്തിന് ഇവിടുന്ന് ഇക്കാക്കയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന സമയത്ത് ഇവിടെ നിന്ന് എടുത്ത സാരിയാണ്. ഇക്കാക്ക എടുത്ത സാരിയാണ് ഈ കളർ. നല്ല ഭംഗിയുള്ള കളറാണ്. ഈ പാലക്കാട് ഇത് എല്ലാം ഒന്നും ഓർമ്മയില്ല, പക്ഷേ നല്ല ഓർമ്മയുണ്ട്. പാലക്കാട് മഹാരാജയില്ലേ, മഹാരാജയിൽ നിന്ന് എടുത്തതാണ്. ഞാൻ എന്നെ കൂട്ടിയിട്ട് പോയിട്ടാണ്. എൻ്റെ സെലക്ഷനാണ്. ഇതിനിപ്പോൾ എത്ര 3 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട് സാരി. ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ മുന്താണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മുന്താണ്. മൈ ഫേവറേറ്റ് സാരി, വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരിയാണത്. എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു, ഞാനപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന സാരിയാണ്. ഇത് കുറച്ച് ദൂരം നിന്നാണ് അടുത്തുനിന്ന് കാണുമ്പോൾ എൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത്.
ഞാനിപ്പോൾ ഇട്ട ഷോളിന് മാച്ചാണിത്. സോ നമുക്ക് നെക്സ്റ്റ് സാരി കാണാം. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരിയാണ്. അപ്പോൾ എന്തൊരു ഭംഗിയാണ് ഈ സാരിയിൽ. നല്ല ഭംഗിയുള്ള സാരിയാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. അതായത് നമ്മൾ ശരിക്കും ഇത് വെയിലത്ത് നിൽക്കുന്ന സമയത്ത് ഡബിൾ ഷെയ്ഡായിട്ട് പോലെ തോന്നും. ഒരു ഗോൾഡനും ഒരു ഗ്രീനും ഒരു മിക്സഡ് കളറാണ്, നല്ല ഭംഗിയുള്ളത്. വീഡിയോയിൽ എനിക്കങ്ങനെ ഭംഗി അറിയുന്നില്ല, പക്ഷേ ഇത് ഭയങ്കര ഭംഗിയുള്ള സാരിയാണ്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതും പാലക്കാട് മഹാരാജയിൽ തന്നെയാണ് തോന്നുന്നുണ്ട്. ഇത് മഹാരാജയിൽ തന്നെ എടുത്തത്. ഇത് ഇവിടെ ഇക്കാക്കയുടെ അനിയനുണ്ട്. ഓക്കെ, അനിയൻ്റെ മാരേജിന് എടുത്ത സാരിയാണ്. ഇത് അങ്ങനെ അറിയുന്നില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള സാരി. പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. ഇവിടുത്തെ സാരിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണ് കുറേ കേട് വന്നു. സോ ഇത് എത്രാമത്തെ ഫോണ് ഇതിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ January 13th, 2026 എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇക്കാക്ക വാങ്ങിത്തന്ന ഫോണാണ്, പുതിയ ഫോൺ. അതുകൊണ്ട് എൻ്റെ പഴയ ഫോട്ടോസൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. ഇനി അടുത്തത്, ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇക്കാക്ക മേടിച്ചിരുന്ന സാരിയാണ്. തിരുച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഒരു വിരുന്നിന് പോയിട്ടുണ്ട്. അവിടെ ഒരു അമ്മായിയുണ്ട്, അപ്പോൾ നമ്മൾ വിരുന്നിന് വിളിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പോയതായിരുന്നു അവിടേക്ക്. അപ്പോൾ അവിടെ പോയപ്പോൾ വെറുതെ ഒന്ന് ഷോപ്പിങ്ങിന് പോയപ്പോൾ എനിക്ക് മേടിച്ചു തന്ന സാരിയാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഡബിൾ ഒരു എനിക്കിഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച സാരിയാണ്. ഇതാ ഇങ്ങനെ വരുന്ന സാരി. ഇത് ബോട്ടം പോർഷനിൽ വരും. ഇതിങ്ങനെ വരും. ഇതാ ഇങ്ങനെ വരുന്ന സാരി. ഇവിടുത്തെ നല്ല പ്രീമിയം ലുക്ക്, എലഗൻ്റ് ആയിട്ടൊക്കെ തോന്നും. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതിൻ്റെ വർക്ക് തന്നെ വരുന്നത് സൈഡിലൊക്കെ വെൽവെറ്റിൻ്റെയാണ്. സോ ഇതിൻ്റെ നല്ല ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്തില്ല. ആ ഫോട്ടോസൊക്കെ പോയി. ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൈ ഫേവറേറ്റ് സാരി, മൈ ലൈഫ് സ്റ്റൈൽ സാരി എന്നൊക്കെ പറയാം. ഒന്നുമല്ല, എൻ്റെ ഏറ്റവും വെഡിങ് സാരിയാണ്. എനിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ സാരി കളക്ഷൻസ്. പിന്നെ ഒന്നുണ്ട് മീഷോന്ന് ജസ്റ്റ് നമ്മൾ എപ്പോഴും വൈറലായിട്ടുള്ളൊരു സാരിയിൽ അതൊന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ കാണിക്കണമെന്നില്ല. സൈഡിൽ വേണമെങ്കിൽ ഫോട്ടോ ഇടാം. ഇതാണ് എൻ്റെ സാരി, ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി. ഇത് ഞാൻ നിവർത്തണം കാണിക്കണമെന്നില്ല, ജസ്റ്റ് ഇതാണ് എൻ്റെ കല്യാണ സാരി. ഇതിൽ എൻ്റെ പേരും ഇക്കാക്കയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു പോത്തീസ് എന്ന് മേടിച്ചതാണ്, ചെന്നൈയോ അവിടെ പോയിട്ട് വാങ്ങിച്ചതാണ്. കോയമ്പത്തൂർ പോത്തീസ് എന്ന് മേടിച്ചതാണ്. നല്ല അടിപൊളി സാരിയാണ്. ഇപ്പോഴും ഞാൻ എടുത്ത് വെച്ച് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഈ കളർ ഇഷ്ടമാണ് എനിക്ക് ഈ സാരിയുടെ. സോ ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി. ഭയങ്കര ക്ലിയർ കുറവുണ്ട് കേട്ടോ വീഡിയോയിൽ, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണൊക്കെ പുതിയത് മേടിക്കും. സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൂട്ടിത്തരാം എല്ലാവരും. ഇതാണ് എൻ്റെ ഒരു സാരി. ഇതാണ് എൻ്റെ വെഡ്ഡിങ് സാരി. പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ബ്ലൗസ് ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് കൊള്ളുമൊന്നുമില്ല, അത് വേറെ കാര്യം. ഇത് ഭയങ്കര ഭംഗിയുള്ള ബ്ലൗസാണ്. എൻ്റെ പഴയ ബ്ലൗസൊക്കെ ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, പക്ഷേ ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അത് ബാക്കിൽ ഡിസൈനൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇടാൻ, പക്ഷെ ഇപ്പോൾ കൊള്ളില്ല. ഇത് കയ്യിൽ ഡിസൈൻ. ഇതാണ് എൻ്റെ വെഡ്ഡിങ് ബ്ലൗസ് ആൻഡ് മൈ വെഡ്ഡിങ് സാരി. ഇതാണ് ഗൈസ് എൻ്റെ സാരി. ഇത്രയേ ഉള്ളൂ എനിക്ക് സാരി കളക്ഷൻസ് എന്ന് പറയുമ്പോൾ. ഒരുപാട് കൂടുതലായിട്ടൊന്നുമില്ല സാരി കളക്ഷൻസ്, ഉള്ളത് ഇത്രയേ ഉള്ളൂ. സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൂടിയാലാണ് എനിക്ക് ഇനി നല്ല നല്ല വീഡിയോസ് ഇടാനൊക്കെ തോന്നുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു, ബൈ. ഇനി ഇപ്പം ഞാനിട്ട സാരീസിൽ നിങ്ങളുടെ ഫേവറേറ്റ്സ് ഇപ്പോൾ കുറേ ഞാൻ കാണിച്ചു തന്നില്ല. അതിൽ നിങ്ങൾ ഏതാ ഫേവറേറ്റ് സാരി എന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.